Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, നമ്മൾ ടെക് ന്യൂസിലേക്ക് എടുക്കല്ല, ഷംസി ഫോർ ടെക് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നത്തിങ്ങിന്റെ പുതിയൊരു ഡിവൈസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഈ മാസം ലാസ്റ്റോടക്കിനും കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. നത്തിങ്ങിന്റെ 4A Pro ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതും സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് അല്ല, ഇത് 144 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും LTPS ഡിസ്പ്ലേ, 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും, പിന്നെ 1080 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 12 GB റാമും 256 GB സ്റ്റോറേജും ഉണ്ട്. അതേപോലെ തന്നെ 512 GB പിന്നെ 12 GB റാമിന്റെ വേരിയന്റ് വെച്ചിട്ടും ഇറങ്ങാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6.8 ഫ്ലെക്സിബിൾ ആമോലെഡ് സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും 144 Hz റിഫ്രഷ് റേറ്റ്. ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ 5080 mAh ബാറ്ററി ബാക്കപ്പാണ് വെച്ചിട്ട് ഇറങ്ങുന്നത്. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ ഒരു വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ UFS സിസ്റ്റം ആണെങ്കിൽ ഇത് 3.1 ആണ് വരുന്നത്. LPDDR5X റാം ആണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ 3A Proയിൽ ഇറങ്ങിയത് നിങ്ങൾക്ക് അറിയാലോ, അത് UFS 2.2 ആയിരുന്നു, LPDDR4X റാം ആയിരുന്നു. ഇപ്രാവശ്യം അത് ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം UFS 3.1ഉം LPDDR5X റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം 1.5K വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ മേജർ ഇമ്പ്രൂവ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ഫിസിക്കൽ നാനോ സിം ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സിമ്മും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ പെരിസ്കോപ്പിക് ക്യാമറയും വരുന്നുണ്ട്. ഈ പെരിസ്കോപ്പിക് ക്യാമറയിലും ഒരു ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 140x സൂം പെരിസ്കോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ 50 MP പ്രൈമറി ക്യാമറ, 50 MP പെരിസ്കോപ്പിക് ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഈ എല്ലാ ക്യാമറകളിലും നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുന്നത് 32 MP ക്യാമറകൾ. പക്ഷെ നമുക്ക് ഈ ഫ്രണ്ട് ഫേസിങ് ഫുൾ HD അത് നമുക്ക് 60 FPS മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 4K സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് പേഴ്സണലായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്ലിഫ് ലൈറ്റ് അല്ല വരാൻ പോകുന്നത്. അതിന് പകരം ഗ്ലിഫ് മാട്രിക്സ് ടെക്നോളജി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. നത്തിങ് 3 ഫോൺ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അതേ സെയിം ടെക്നോളജി തന്നെയാണ് ഈ നത്തിങ് 4A Proയിലും വരാൻ പോകുന്നത്. ഡിസൈൻ ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നത്തിങ്ങിന്റെ പുതിയൊരു ഹെഡ്ഫോൺ വരാൻ പോകുന്നുണ്ട്. എന്ന് പറയുന്ന ഹെഡ്ഫോണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ സീരീസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ ഒരുപാട് കളറുകളൊക്കെ വരുന്നുണ്ട്. നത്തിങ് ഹെഡ്ഫോണിന്റെ ഫസ്റ്റ് ജനറേഷന്റെ അതേ സെയിം ഡിസൈനൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ഇതിൽ കളറുകളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് കെഫിന്റെ ഓഡിയോ സിസ്റ്റം വെച്ചിട്ടല്ല ഇറങ്ങുന്നത്, അതാണ് പറയാനുള്ള ഒരു കാര്യം. പിന്നെ 135 മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി ലൈഫ് വരുന്നത്. പിന്നെ 65 മണിക്കൂർ നിങ്ങൾക്ക് ANC വെച്ചിട്ട് നിങ്ങൾക്ക് 65 മണിക്കൂർ ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ANC 135 മണിക്കൂറാണ് വരുന്നത്. പിന്നെ 3 മൈക്കുകളുണ്ട്, അത് കോളിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് LDAC ഉണ്ട്, പിന്നെ 3-way ANC ഉണ്ട്. നമുക്ക് ലൈക്ക് ട്രാൻസ്പെറൻസി ANC പിന്നെ ഓഫ് ആക്കിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 8 അഡ്വാൻസ് ഈക്വലൈസർ ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പ്രൊഫഷണൽ യൂസർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന് ഈക്വലൈസർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൽ ഈവൻ നമുക്ക് ഈ ഹെഡ്സെറ്റിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഷട്ടർ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഫോട്ടോസ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഹെഡ്സെറ്റിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. ഇറ്റ്സ് വെരി യൂണീക്ക് ആണ് ഈ ഒരു ഹെഡ്സെറ്റ്. ഒരു $199 ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പ്രൈസ് ടാഗാണ് അവർ ഇട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ചാനൽ അടുത്ത മോണിറ്റൈസേഷൻ ആവാൻ ഏകദേശം അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇനി നിങ്ങളെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വലിയ വലിയ ഗിയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം.
അപ്പോൾ അതുകൊണ്ട് പൈസ കുറച്ച് സ്വരൂപിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. മോട്ടറോളൻ്റെ എഡ്ജ് ഫ്യൂഷൻ 70 എന്ന് പറയുന്ന മോഡലിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു ഫോൺ കൂടിയാണ്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 144 ഹെർട്സിന്റെ LTPS ഡിസ്പ്ലേ ആണ്. UFS ആണെങ്കിൽ 3.1, LPDDR 5x റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ക്യാമറ മെഗാ പിക്സൽ ആണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. സോണിയുടെ LYT സെൻസറൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6.8 ഇഞ്ചാണ്. 6.7 അല്ല, 6.8 ഇഞ്ചിന്റെ ക്വാഡ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4 സൈഡും കേർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അതും LTPS ആണ്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, പിന്നെ 1.5K റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യും. പിന്നെ 7000 വാട്ട്സിന്റെ ബാറ്ററി ബാക്കപ്പും പിന്നെ 68 വാട്ട്സിന്റെ ചാർജറും ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും മോട്ടറോള കൊടുക്കുന്നുണ്ട്. പിന്നെ ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറോളയുടെ എഡ്ജ് 70 ഫ്യൂഷന് ഇത് ബേസിക്കലി ഒരു പ്യുവർ ആൻഡ്രോയിഡ് ഫോണാണ്. ബ്ലോട്ട്വെയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ്സ് ആൻഡ് വാല്യൂ ഫോർ മണിയാണ്. ആ പ്രൈസിന് ഇറ്റ്സ് ആൻഡ് വാല്യൂ ഫോർ മണിയാണ്. പുതിയൊരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക് സീരീസ് ഉണ്ടല്ലോ, മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് പ്രോ മാക്സ്, അതിൻ്റെ ഹൈ എൻഡ് സീരീസുകളൊക്കെ 2026 M6ന്റെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതും വിത്ത് OLED സ്ക്രീനും. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് മാക്ബുക്കിൻ്റെ സീരീസുകളിൽ ടച്ച് സ്ക്രീൻ ഓപ്ഷന് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഗർമനാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് തന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് M6 ചിപ്സെറ്റും വിത്ത് ടച്ച് സ്ക്രീൻ വരാൻ പോകുന്നത് 2026 Q4 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പെക്കും കാര്യങ്ങളും ഞാൻ ആ ടൈമിൽ പറയാം, എന്തായിരിക്കും സംഭവ വികാസങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് ലെനോവോന്റെ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ 2 പുതിയ ഐറ്റംസുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു 6 ഐറ്റങ്ങളാണ് ഇറക്കിയിട്ടുള്ളത്. 2026 ആ ഐറ്റംസുകൾ ഇറക്കിയത്. ഒന്നെന്ന് പറഞ്ഞാൽ ലെനോവോന്റെ ഹാൻഡ് ഹെൽഡ് ഗെയിമിങ്, അതും വിത്ത് ഫോൾഡബിൾ സാധനമാണ് ഇറങ്ങിയത്. രണ്ടാമത്തത് ലെനോവോന്റെ ഡുവൽ സ്ക്രീൻ ലാപ്ടോപ്പാണ് ഇറങ്ങാൻ പോകുന്നത്. അതും പക്ഷെ പ്രോട്ടോടൈപ്പാണ്. രണ്ടും ഇറങ്ങുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ ആദ്യം നമുക്ക് ഹാൻഡ് ഹെൽഡിലേക്ക് കിടക്കാം. ഹാൻഡ് ഹെൽഡിൻ്റെ സ്പെക്കിലേക്ക് കിടക്കുമ്പോൾ ഈ ലെനോവോ ഗോ ഫോൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇറങ്ങാൻ പോകുന്നത്. അതിൽ ഈ 11.6 ഇഞ്ചിൻ്റെ OLED സ്ക്രീനാണ് വരുന്നത്. പിന്നെ നമുക്ക് ജോയ്സ്റ്റിക്ക് കിട്ടും, പിന്നെ ഒരു കീബോർഡ് കിട്ടും. പിന്നെ പ്രോസസ്സർ വരുന്നത് ഇൻറ്റൽ കോർ അൾട്രാ 7 258V പ്രോസസ്സറാണ് വരുന്നത്. 32 GB റാമും 48 വാട്ട്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് വരാൻ പോകുന്നത് ഈ ഹാൻഡ് ഹെൽഡ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വേൾഡിലെ ഫസ്റ്റ് ഹാൻഡ് ഹെൽഡ് ഫോൾഡബിൾ ഗെയിമിംഗ് കൺസോളാണ് ഈ സാധനം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മടക്കുകയും ചെയ്യാം, നമുക്ക് തുറക്കുകയും ചെയ്യാം. ഇനി അത് പോരാണ്ട് നമുക്ക് അതിപ്പോൾ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഗെയിം കളിക്കാനും പറ്റും. അതൊരു പ്രത്യേകത. പിന്നെ അത് പോരാണ്ട് നമുക്കിത് ഡിറ്റാച്ചബിൾ കീബോർഡും കൂടെയാണ്. ഈ ഡിറ്റാച്ചബിൾ കീബോർഡിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആയിട്ടോ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. ഇത് ഇൻറ്റലിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്രേറ്റ് പ്രോസ്പെക്ട്. പിന്നെ 32 GB റാമും 48 വാട്ട്സിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ജോയ്സ്റ്റിക്കിൻ്റെ ഈ വലത്തെ സൈഡിൽ ഒരു ചെറിയൊരു റൗണ്ട് സ്ക്രീൻ ഉണ്ട്. ആ റൗണ്ട് സ്ക്രീനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലോക്കിംഗ് സ്പീഡ് നമുക്ക് ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ അവിടെ ഇൻഡിക്കേഷൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു പ്രത്യേകത. ഞാൻ ഇതുവരെ ഏറ്റവും ഒരു ഹാൻഡ് ഹെൽഡ് കൺസോൾ ഞാൻ കാണാത്തൊരു സാധനമാണ് ലെനോവോ ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു ഹാൻഡ് ഹെൽഡ് ഗെയിമിന് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്. ഇപ്രാവശ്യം ഒരുപാട് റെവല്യൂഷനായിട്ടുള്ള പ്രോഡക്ട്സുകൾ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ ഇറക്കിയിട്ടുണ്ട്. കാണാൻ പറ്റാത്തതൊരു ഭാഗ്യക്കേടാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ പോയിട്ട് പുതിയ പുതിയ വീഡിയോകൾ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസോൾ ഉണ്ടല്ലോ, ഈ ഹാൻഡ് ഹെൽഡ് കൺസോൾ, ഇറ്റ്സ് ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടെയാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാനുള്ളത്. അടുത്തത് നമുക്ക് ഈ ലെനോവോൻ്റെ ലാപ്ടോപ്പിലേക്ക് പോകാം. ഇത് ഡുവൽ സ്ക്രീൻ ലാപ്ടോപ്പും കൂടിയാണ്. സ്പെക്ക് ആദ്യം വായിക്കാം, അതിനുശേഷം ഇതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ ലെനോവോൻ്റെ യോഗ 3D ബുക്കാണ് വരുന്നത്. ഇത് OLEDിൻ്റെ സ്ക്രീനാണ് വരുന്നത്, അതും ടാൻഡം OLED സ്ക്രീനാണ്. പിന്നെ ക്യാമറ മെഗാ പിക്സൽ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. പിന്നെ ഇന്റൽ കോറിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്, അത് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. പിന്നെ NVIDIAയുടെ RTX 5070 എന്ന് പറയുന്ന ഗ്രാഫിക് കാർഡ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 64 GB റാം, പിന്നെ LPDDR5X ആണ് വരുന്നത്. 1 TB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഈ 1 TB ഇത് PCI Express Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വിലയുള്ളൊരു സാധനമാണ് ഈ ഒരു ഹാർഡ് ഡ്രൈവ്. ഇത് M2.2242 എന്ന് പറയുന്ന ഹാർഡ് ഡ്രൈവ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 92.5 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ മറ്റേ 2 തണ്ടർബോൾട്ട് പോർട്ട് വരുന്നുണ്ട്. ആ 2 തണ്ടർബോൾട്ട് പോർട്ടും 4th ജനറേഷൻ പോർട്ട് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 2 Type A 10 Gbps-ൻ്റെ പോർട്ട് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ HDMI വരുന്നുണ്ട്. പിന്നെ SD കാർഡ് സപ്പോർട്ട് ചെയ്യും. UHS 2ൻ്റെ SD കാർഡാണ് വരുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ്. പിന്നെ പുതിയ HDMI-യിൽ FRL ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഹയർ റെസൊല്യൂഷൻസും ഹയർ ഫ്രെയിംസും നമുക്ക് ഹയസ്റ്റ് റിഫ്രഷ് റേറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഗ്രേറ്റ് തിങ് ആണ്. ഈ പുതിയ FRL ട്രാൻസ്ഫോർമേഷൻ ഒരു പ്രത്യേകതയും കൂടെയാണ്. അപ്പോൾ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ ഇതൊരു പ്രോട്ടോടൈപ്പും കൂടിയാണ് നമുക്ക് ആദ്യം നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഇത് ടാൻഡം OLED ഡിസ്പ്ലേ ആണ്. ഈ ടാൻഡം OLED ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതൊരു 4 ലെയർഡ് സ്റ്റാക്ട് സെൻസറുള്ള ഹൈ എൻഡ് TVകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ലെനോവോൻ്റെ യോഗ 3D ലാപ്ടോപ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതും പോരാണ്ട് ഇതിൽ രണ്ടും ഡുവൽ സ്ക്രീനാണ്. ആദ്യത്തെ സ്ക്രീന് ടാൻഡം OLEDും രണ്ടാമത്തെ സ്ക്രീന് ഫുള്ളി OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇതിൽ കീബോർഡോ കാര്യങ്ങളോ ഫിസിക്കലായിട്ടില്ല, ഒക്കെ ഒരു വെർച്വലാണ്. നമുക്ക് ഒരു ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീബോർഡ് വരും. പിന്നെ നമുക്ക് കീബോർഡിൽ തന്നെ നമുക്ക് ടൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് ഇത് ഹൈലി ഗെയിമേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കിക്കണത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ മുന്നിൽ അത് ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിലയാണെങ്കിൽ ഒരു $3500-4000 ആയിരിക്കും ഇതിൻ്റെ വില എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു വില കൂടാനും സാധ്യതയുണ്ട്. പക്ഷേ ഒറ്റ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോട്ടോടൈപ്പാണ്. ഇത് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊരു വല്ലാത്തൊരു റെവല്യൂഷനായിട്ട് മാറും. അപ്പോൾ ഞാൻ സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HDMI പുതിയ FRL ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, ഈ ഹൈ റെസൊല്യൂഷനും ഈ ഹൈ റിഫ്രഷ് റേറ്റും, അത് ഇതുവരെയായിട്ട് ആരും കൊണ്ടുവരാത്തൊരു സാധനമാണ്. അത് ഇവരിതിൽ കൊടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വീണ്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അതുവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.